ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഈസ്റ്റൊറ്റപ്പാലം പാലത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. ഈസ്റ്റൊറ്റപ്പാലം പാലത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടാവുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസമാണ് ഒറ്റപ്പാലം നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ യോഗം ചേർന്നത്. യോഗത്തിൽ നിലവിലുണ്ടാവുന്ന ഗതാഗത പ്രശ്നം പരിഹരിക്കാനാവശ്യമായ തീരുമാനങ്ങൾ യോഗത്തിൽ എടുത്തതായും വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടുകൊണ്ട് ഗതാഗത കുരുക്ക് ഇല്ലാത്ത വിധം ക്രമീകരണങ്ങൾ നടത്താനും തീരുമാനിച്ചതായി നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരത്തിലേക്ക് വരേണ്ട അല്ലാത്ത വാഹനങ്ങൾ മംഗലത്ത് നിന്ന് തിരിച്ചുവിടാനും അതുപോലെ തന്നെ വാണിയംകുളത്ത് നിന്ന് തിരിച്ചുവിടുന്നതിനും അത്യാവശ്യം വേണ്ട വാഹനങ്ങൾ മാത്രം ഒറ്റപ്പാലം നഗരത്തിലേക്ക് വരികയും നഗരത്തിൽ ഗതാഗതക്കുരുക്കില്ലാത്ത വിധം ക്രമീകരണങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആവശ്യമായ പോലീസ് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സിഗ്നൽ അറിയിപ്പ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസിൻ്റെ നല്ല സഹകരണവും ആവശ്യമായ പോലീസ് സേനയുടെയും ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഈ ക്രമീകരണം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയൂ. അതിനാവശ്യമായിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ചില സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ടതായിട്ടുള്ള സിഗ്നൽ ബോർഡുകൾ അതുപോലെ തന്നെ അറിയിപ്പ് ബോർഡുകൾ ഇതെല്ലാം ഇന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. MLAയുടെ സാന്നിധ്യത്തിൽ സ്ഥലം സന്ദർശിച്ചിരുന്നതായും മെയ് 30 മുൻപായി തന്നെ കോൺക്രീറ്റ് പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ മഴയത്ത് നിർമ്മിച്ച താൽക്കാലിക സംവിധാനങ്ങൾ മാറ്റുമ്പോഴും ഇതുപോലെയുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവുമെന്നും സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം കരാറുകാരന് ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് സ്ഥാപിച്ചിട്ടുള്ള സ്കഫോൾഡിങ്ങും അതുപോലെ തന്നെ ഷീറ്റ് അതുപോലെ തന്നെ റെയിലിംഗ് ഇതെല്ലാം എടുത്തു മാറ്റുമ്പോൾ അവിടെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കിഴക്ക് ഭാഗത്തേക്കാൾ കൂടുതൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കുറച്ച് ദിവസം ഈ ഒരു പ്രയാസം ഉണ്ടാകും. അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. മാത്രമല്ല സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും കരാറുകാരൻ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ്, പാലം എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ അവരുടെ നിർദ്ദേശത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ക്രമീകരണം ഇന്നലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി